Hi dears, it's me Devu Gogul. അപ്പോൾ ന്യൂ മോംസിന് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ ഫസ്റ്റ് ബേബിക്ക് ജസ്റ്റ് 1.5 ഇയേഴ്സും സെക്കൻഡ് ബേബിക്ക് 12 ഡേയ്സുമാണ് വരുന്നത്. രണ്ടാളെ ഞാൻ ഒരുപോലെ തന്നെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലാക്ടേറ്റിംഗ് പീരീഡിൽ രണ്ടാൾക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ടിട്ട് എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തൊരു ഐറ്റമാണ് നമ്മുടെ ബം ടു ക്രേഡിലിൻ്റെ ഈ ഒരു ഹാൻഡ് ഫ്രീ ബ്രസ്റ്റ് പമ്പ്. ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന കൂടാണ്ടിട്ട് ഞാൻ ബ്രസ്റ്റ് പമ്പ് ചെയ്യാറുണ്ട്. അത് എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആകാൻ ഹെൽപ്പ് ചെയ്തു. ഇതിൽ 4 ടൈപ്സ് ഓഫ് മൂഡ്സും 9 ലെവൽസും അവൈലബിൾ ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ബ്രസ്റ്റ് സൈസ് അനുസരിച്ച് വെക്കാൻ പറ്റുന്നുള്ള ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഫിക്സർ, ബ്രഷ്, ക്യാപ്പ്, USB ചാർജർ, ഇതൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര കൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ. ഞാനിത് ഫ്രീ ടൈം കിട്ടുമ്പോൾ, എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ, കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ടൈമിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും ബ്രസ്റ്റ് പമ്പ് ചെയ്യുന്നതുകൊണ്ടിട്ട് തന്നെ എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ നിപ്പിൾ ക്രാക്ക്, അതായത് 2 കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ടിട്ട് എൻ്റെ നിപ്പിൾ ക്രാക്ക് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ വേദന, അതുപോലെ പാല് നിറയുമ്പോൾ ഉള്ള വേദന, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ ആദ്യം ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ബം ടു ക്രേഡിലിൻ്റെ പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതും കൂടെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ പ്രൊഡക്ട്സും ഒക്കെ അറിയാൻ പറ്റും. അപ്പം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.